വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. CPIM-ൽ കത്ത് ചോർച്ചാ വിവാദം. ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി അംഗം രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് നൽകിയ പരാതി കോടതിയിലെത്തിയതാണ് വിവാദമായത്. രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിൽ ഷർഷാദിന്റെ പരാതി കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. CPIM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്താണ് പരാതി ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ചെന്നൈ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് 2021 സംസ്ഥാന മന്ത്രിമാരുടെ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ച CPIM PB അംഗം അശോക് ദാവ്ളയ്ക്ക് പരാതി നൽകിയത്. പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തി. ഇതിനെതിരെ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് വീണ്ടും രംഗത്തെത്തിയതോടെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ മാനനഷ്ട കേസിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് 2021 പരാതിയും ഉൾപ്പെടുത്തിയത്. പരാതി ചോർത്തിയതിനെതിരെ മുഹമ്മദ് ഷർഷാദ് വീണ്ടും CPIM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി നൽകി. ഇതിലാണ് തന്റെ പരാതി ചോർത്തിയതിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി ഗുരുതര ആരോപണമുള്ളത്. പാർട്ടിക്ക് നൽകിയ കത്ത് രാജേഷ് കൃഷ്ണ എന്തിന് കോടതിയിൽ കൊടുത്തു എന്നറിയില്ലെന്ന് വ്യവസായി മുഹമ്മദ് ഷർഷാദ് പ്രതികരിച്ചു. ഇപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത്. എന്തിന് ഈ കംപ്ലൈൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു? നിൻ്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ, നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലൈൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ. തെളിവായിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാർട്ടി അതിലും അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം. അത് ചോർന്നതെന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു. പരാതി ചോർന്നതിനെക്കുറിച്ച് തനിക്കറിയില്ലെന്നും ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണമെന്നും PB അംഗം അശോക് ദാവ്ളെ പ്രതികരിച്ചു. CPIM നേതൃത്വം ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. CPIM-ന്റെ ആരും കാണാത്ത മറ്റൊരു മുഖമാണ് കത്ത് ചോർച്ചാ വിവാദത്തിലൂടെ പുറത്തുവന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കത്ത് എന്തുകൊണ്ട് പാർട്ടി ഇതുവരെ മൂടിവെച്ചുവെന്നും VD സതീശൻ ചോദിച്ചു. CPIM നേതാക്കളുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഈ വ്യക്തിക്ക് എന്താണ് ബന്ധമുള്ളത്? എന്താണ് സംഘടനാപരമായി CPM-മായോ അവരുടെ പോഷക സെക്രട്ടറികളുമായോ ഉള്ള എന്ത് മുൻകാല ബന്ധമാണ് ഈ ആരോപണ വിധേയനായ വ്യക്തിക്കുള്ളത്? അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സാമ്പത്തിക ആരോപണങ്ങളിൽ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും എന്തു പങ്കാണുള്ളത്? CPM-ന്റെ ആരും കാണാത്ത ഒരു മുഖം കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. മാഷിക്ക് എന്താ പറയാനുള്ളത്? താഴേക്ക് 40 വട്ടം സദാചാരത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും ഒക്കെ വാദോരാതെ വിളമ്പുന്ന ഗോവിന്ദ മാഷ് മിണ്ടുന്നില്ലല്ലോ. ഗോവിന്ദ മാഷ് മോഹൻ ലണ്ടനിൽ വീടുണ്ടോ? അറിയേണ്ടത് എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല, കേരളത്തിന് അറിയണ്ടേ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം കേരളത്തിലും ആവശ്യമുണ്ട്. CPM പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വോട്ട് കൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമായി. ബീഹാറിലെ സാസാറാമിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 60 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. വോട്ട് മോഷണ ആരോപണത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3 മണിക്കാണ്. ബീഹാറിൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറയുള്ള സസാറാമിൽ നിന്നാണ് വോട്ട് അധികാർ യാത്രയുടെ തുടക്കം. ആദ്യ ദിനം സസാറാമിൽ ആരംഭിക്കുന്ന യാത്ര വൈകിട്ട് പൊതുസമ്മേളനത്തോടെ ഔറംഗാബാദിൽ സമാപിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 24 ജില്ലകളിലൂടെയും 60 മണ്ഡലങ്ങളിലൂടെയും കടന്നുപോകും. 1300 കിലോമീറ്റർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന യാത്രയിൽ തേജസ്വി യാദവ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണി നേതാക്കൾ അണിനിരക്കും. ഈ മാസം 30-ാം തീയതി ആരയിലാണ് യാത്ര സമാപിക്കുന്നത്. സെപ്റ്റംബർ 1-ന് പറ്റ്നയിൽ ഇന്ത്യ സഖ്യം മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കും. തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ബീഹാറിൽ ആരംഭിക്കുന്ന വോട്ട് അധികാർ യാത്ര രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. അതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വൈകിട്ട് മാധ്യമങ്ങളെ കാണും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണമുണ്ടായാൽ ബീഹാറിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകിയേക്കും. വിനീത VG 24 ബീഹാർ. കൂടുതൽ വിവരങ്ങളുമായി ബീഹാറിലെ സാസാറാമിൽ നിന്ന് വിനീത VG തത്സമയം ചേരുന്നുണ്ട്. വിനീത, പരിപാടിക്ക് തുടക്കമാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വേദിയിലുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ വിനീത? നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതുപോലെ തന്നെ വലിയ തിരക്ക് തന്നെയാണ്. പ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നതുപോലെ തന്നെ നേതാക്കളെല്ലാം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി ഔദ്യോഗികമായി രാഹുൽ ഗാന്ധി ഈ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെ
വിനീത വി ജിയാണ് ബീഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശബ്ദത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് ഉടൻ പരിഹരിക്കാം. അതിനുശേഷം വീണ്ടും വിനീത പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു. വോട്ടുകൊള്ളയ്ക്കും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമാവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, ഇന്ത്യ മുന്നണിയുടെ നേതാക്കളൊക്കെ പരിപാടിയുടെ തുടക്കത്തിൽ തന്നെ ഭാഗമാകുന്നുണ്ട്. വിവിധ മണ്ഡലങ്ങളിലൂടെ ആ യാത്ര കടന്നു പോകാൻ പോകുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയ കാര്യങ്ങൾ, ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക എന്നുള്ളതാണ് ആ യാത്രയുടെ ദൗത്യം, ലക്ഷ്യം. ഇന്ത്യ സഖ്യ നേതാക്കളും ഒക്കെ ആ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. വിനീതയിലേക്ക് നമുക്ക് എത്താം. അതിനിടയിൽ തന്നെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് ആ വാർത്താ സമ്മേളനം നടക്കുക. തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും എന്നാണ് പ്രതികരണം. ആരോപണമുന്നയിച്ച വാനരന്മാർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് സുരേഷ് ഗോപി പരിഹസിച്ചു. കണ്ണാടി നോക്കിയായിരുന്നു സുരേഷ് ഗോപി അത്തരമൊരു പ്രതികരണം നടത്തേണ്ടത് എന്നായിരുന്നു DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ മറുപടി. JSK സിനിമാ വിവാദം, ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മൗനം തുടർന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ആദ്യമായി മൗനം വെടിഞ്ഞു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ആരോപണമുന്നയിച്ച നേതാക്കളെയും പരിഹസിച്ചു. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്, അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. വാനര പരാമർശം സുരേഷ് ഗോപി കണ്ണാടി നോക്കി നടത്തണമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് തിരിച്ചടിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടി നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്താൻ അദ്ദേഹം തയ്യാറായത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെ തകർക്കാനാണ് BJPയും CPIയും ശ്രമിക്കുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ മുൻ MP TN പ്രതാപന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. 24 തൃശൂർ. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണം ഏറ്റെടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത. ഇടതുപക്ഷവും യൂത്ത് ലീഗും നേട്ടമുണ്ടാക്കുമ്പോൾ കാഴ്ചക്കാരായി യൂത്ത് കോൺഗ്രസ് മാറി എന്നൊരു വിഭാഗം കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിമർശനങ്ങൾ അടങ്ങിയ വാട്സാപ്പ് ചാറ്റ് 24-ന് ലഭിച്ചു. രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ടർ പട്ടിക വിവാദം യൂത്ത് കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിമർശനം. കേരളത്തിലെ BJPയുടെ ഏക MPക്കെതിരെ പ്രതിഷേധത്തിന് അവസരം ലഭിച്ചിട്ടും നേതൃത്വത്തിന് ഒന്നും ചെയ്യാനായില്ല. ഇടതുപക്ഷം അവസരം ഉപയോഗിച്ചപ്പോൾ കാഴ്ചക്കാരായി യൂത്ത് കോൺഗ്രസ് മാറിയെന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഗ്രൂപ്പിൽ വിമർശനം ഉയർന്നു. നാളെ യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തുമെങ്കിലും യൂത്ത് കോൺഗ്രസ് വിഷയം ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഓർമ്മപ്പെടുത്തി. ഈ മാസം 19-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. നേതൃത്വത്തിനെതിരെ സംഘടനയിലും കോൺഗ്രസിലും ഭിന്നസ്വരങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് വിമർശനങ്ങളടങ്ങിയ വാട്സപ്പ് ചാറ്റ് പുറത്തുവരുന്നത്. അതേസമയം രൂക്ഷ വിമർശനം ഉയർന്നിട്ടും വിഷയത്തിൽ പ്രതികരിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. 24 കൊച്ചി. RJD LDF വിടുമെന്ന പ്രചാരണം തള്ളി സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. നടക്കുന്നത് കള്ളപ്രചാരണമാണെന്നും പിന്നിൽ അജണ്ടയെന്നും MV ശ്രേയാംസ് കുമാർ 24-നോട് പറഞ്ഞു. ഇതാരാണ് ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഴിഞ്ഞ 14-ാം തീയതി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അതിൽ അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിച്ച കാര്യമാണ് LDFിൻ്റെ കൂടെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ LDFിൻ്റെ ഒപ്പാകുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. പിന്നെ എന്തിനാ സ്പെക്കുലേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അത് ആദ്യമായിട്ടല്ല, അച്ഛനുള്ള കാലം മുതലേ അദ്ദേഹം കോഴിക്കോട് വരുമ്പോൾ ഇവിടെ വരാറുണ്ട്. രഹസ്യ ചർച്ച നടത്തേണ്ട ഒരു വീടല്ല അത്, കാരണം ഇതൊരു പബ്ലിക് ഹൗസാണ്. രാവിലെ മുതൽ ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. അത് അദ്ദേഹത്തിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പിരിഞ്ഞു. ഈ വ്യക്തി സൗഹൃദവും രാഷ്ട്രീയം തമ്മിൽ രണ്ട് കാര്യങ്ങളാണ്. അതിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് വാസ്തവം പറഞ്ഞാൽ അധാർമികമാണ്.
ദീപക് ധർമ്മടം വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. ദീപക്, മുന്നണിയിൽ RJD അതൃപ്തരാണ് എന്നും മുന്നണി വിടാൻ ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ അതൊക്കെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തള്ളുകയാണ്. അത് വ്യാജ പ്രചാരണമാണ്, ചിലർ ഗൂഢലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പ്രചാരണമാണ് എന്ന് പറയുന്നു ശ്രേയാംസ് കുമാർ. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? രമേശ് ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി ദീപക് ധർമ്മടം. റീജിത്ത്, ആ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം MV ശ്രേയാംസ് കുമാർ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് മാത്രവുമല്ല, നമുക്കറിയാവുന്നതാണ്, രമേശ് ചെന്നിത്തല പലകുറി വീരേന്ദ്രകുമാർ ഉള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ വീട്ടിൽ വരാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ഒരു വരവിൻ്റെ പേരിൽ ഒരു വാർത്ത ഉണ്ടാക്കുന്നു. ആ വാർത്തയിൽ LDF ഇടാൻ വേണ്ടിയുള്ള രഹസ്യ ചർച്ചയാണ് എന്ന് പറയുന്നു. അത്തരത്തിലൊരു ചർച്ച നടന്നിട്ടില്ല. അദ്ദേഹം വന്നു, ഏതാണ്ട് 6-7 കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പമാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം വന്നു, സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിച്ചു പോയി. ഇതിനെയാണ് LDF ഇടാൻ വേണ്ടിയുള്ള UDFിലേക്ക് ചേക്കാറാനുള്ള രഹസ്യ ചർച്ചയായി വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ എന്നാൽ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് MV ശ്രേയാംസ് കുമാർ കൃത്യമായി പറയുകയാണ്. മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയം. ഇക്കഴിഞ്ഞ 14-ാം തീയതി RJDയുടെ സംസ്ഥാന കമ്മിറ്റി യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അസന്നിഗ്ധമായി ഒറ്റക്കെട്ടായി തന്നെ LDFിൽ തുടരാനുള്ള തീരുമാനം, അതായത് നേരത്തെയുള്ള തീരുമാനമാണ്, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി നോക്കിയാൽ അത്തരമൊരു തീരുമാനം RJD എടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. RJD അങ്ങനെ പോകാൻ ആലോചിക്കുന്ന പോലുമില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ പറയുന്നു. മറ്റൊന്ന്, രമേശ് ചെന്നിത്തലയുമായുള്ള സൗഹൃദം. ആ സൗഹൃദം പഴയ ഡൽഹി സൗഹൃദമാണ്, അതങ്ങനെ തുടരുന്നതാണ്. രമേശ് ചെന്നിത്തല കോഴിക്കോട് വരുമ്പോൾ പലകുറി ഈ വീട്ടിലേക്ക് വരാറുണ്ട്. ആ വന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തതുമാണ്. പക്ഷേ UDFിലേക്ക് ചേക്കാറാൻ വേണ്ടിയുള്ള ഒരു രഹസ്യ ചർച്ച നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറയുകയാണ് MV ശ്രേയാംസ് കുമാർ. മാത്രവുമല്ല, സാധ്യതയും സാഹചര്യവും നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. റിജിത്ത്, ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. RJD LDF വിടുമെന്ന പ്രചാരണം തള്ളുകയാണ് സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. MV ശ്രേയാംസ് കുമാർ 24-നോട് സംസാരിക്കുകയായിരുന്നു, നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം CJM കോടതിയെ സമീപിച്ചു. കുടുംബത്തിന്റെ ഹർജിയിൽ CBIക്ക് കോടതി നോട്ടീസ് അയച്ചു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, കുടുംബം പുതുതായി ഇതിൽ നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് സലീം? ശ്രീജിത്ത്, ഈ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ CBI സമർപ്പിച്ച റിപ്പോർട്ട് നേരത്തെ മുതൽ തന്നെ കുടുംബം തള്ളുകയായിരുന്നു. മാത്രമല്ല, അത് കൊലപാതകമാണ് എന്നുള്ള നിരന്തരമായി അവർ പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ CBI അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ CBI അന്വേഷണത്തിനെതിരെ കുടുംബം പലതവണ രംഗത്തെത്തിയിരുന്നു. CBI സ്വാധീനത്തിന് വഴങ്ങുകയാണ് ചെയ്തതെന്നും ഈ കേസ് പിൻവലിക്കാൻ പോലും DYSP അനന്തകൃഷ്ണൻ തന്നെ സമീപിച്ചിരുന്നുവെന്നും ബാലഭാസ്കറിന്റെ പിതാവ് വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ബാലഭാസ്കറുടെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണ്ണക്കവർച്ച കേസിൽ പിടിയിലായതിന് പിന്നാലെയായിരുന്നു ഈ ആരോപണം ഉയർത്തുകയും ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ സ്വാധീനത്തിനായിരുന്നു CBI വഴങ്ങിയത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. മാത്രമല്ല, അപകടമുണ്ടായ ദിവസം ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത് എന്ന് ഒരു ആരോപണം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കുടുംബം കടക്കുന്നത്. ഈ നീക്കത്തിന് ഒപ്പം തന്നെ അതിൽ കോടതിയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നുള്ള ഈ നീക്കത്തിനെതിരെ ഉടൻ തീരുമാനമെടുക്കണം എന്നുള്ള നിലയിൽ കുടുംബത്തിന്റെ ഹർജിയിൽ CBIക്ക് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനി അതിൽ CBIയുടെ മറുപടി. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. CBI അന്വേഷണത്തിനെതിരെ നേരത്തെ തന്നെ കുടുംബം ചില ആക്ഷേപങ്ങൾ, പരാതികൾ ഉയർത്തുന്നുണ്ട്. CBI സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വയനാട്ടിൽ ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട്. സുർജിത്ത്, വിവരങ്ങൾ. സുർജിത്ത്, കൃത്യം 1:30-ക്കാണ് ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിരിക്കുന്നത്. റിജിത്ത്, ഒരു ഷട്ടറാണ് തുറന്നിട്ടുള്ളത്, 10 സെന്റിമീറ്ററാണ് ഉയർത്തിയിട്ടുള്ളത്. കൂടുതൽ ഉയർത്തേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള പരിശോധന KSEB നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ ഷട്ടർ തുറക്കുമെന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് വന്നിരുന്നത്. പക്ഷേ ആ സമയം വൃഷ്ടി പ്രദേശങ്ങളിൽ മഴയുടെ കുറവുണ്ടായിരുന്നു. പിന്നീട് മഴ കൂടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഡാം തുറന്നുവിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൽമാൻതോടും പനമരം പുഴയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വെള്ളം നേരെ എത്തുന്നത് പന്തിപ്പൊയിൽ ഭാഗത്തേക്കാണ്, കരമാൻതോട് വഴി പന്തിപ്പൊയിൽ ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് പുതുശ്ശേരി കടവ്, മുണ്ടക്കുറ്റി വഴി ചേരിങ്കുല്ലിയിലെത്തും. ചേരിങ്കുല്ലിയിൽ നിന്ന് നേരെ പനമരം
പനമരം പുഴയോട് ചേരുകയാണ് കരമാനത്തോട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ കബനിയിലേക്കാണ് ഈ പനമരം പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി മഴയുണ്ട് വയനാട്ടിൽ ഇടവിട്ട്, പക്ഷേ അത്ര ശക്തമായ രീതിയിൽ എന്ന് പറയാൻ ഇടവിട്ട രീതിയിലാണ് മഴ പെയ്യുന്നത്. ഇന്നും ആ അവസ്ഥ തന്നെയാണ്. ഒരു തരത്തിലുള്ള ആശങ്ക വേണ്ട എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കർണാടകയിലടക്കം അവധി ആണ്. ഈ അവധിയുടെ സാഹചര്യത്തിലെല്ലാം തന്നെ ധാരാളം സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത് കാണാൻ പോലും ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വലിയ രീതിയിൽ പലയിടങ്ങളിലും വലിയ ഗതാഗത കുരുക്കടക്കം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സഞ്ചാരികൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ആശങ്കയും വയനാടിനെ സംബന്ധിച്ച് വേണ്ട. നിലവിലെ മഴയുടെ സാഹചര്യത്തിൽ വലിയ ആശങ്ക വേണ്ട എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ജില്ലാ ഭരണകൂടം തന്നെ അറിയിച്ചിട്ടുള്ളത്. ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ അടക്കമുള്ളവർക്ക് നേരത്തെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ഡാം തുറക്കാനുള്ള സാഹചര്യം, ഈ സാധാരണഗതിയിൽ ഇത് കുറ്റ്യാടി പദ്ധതിയുടെ ഭാഗമായി ഈ വെള്ളം കൊണ്ടുപോകുന്നതാണ് രീതി. പക്ഷേ ആ ഡാം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ഇവിടെ തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും ഇപ്പോൾ അണക്കെട്ട് തുറന്ന് വിട്ടിരിക്കുന്നതും ധാരാളം പേർ ഇത് കാണാൻ വേണ്ടി ഈ പ്രദേശത്തെല്ലാം തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു ഷട്ടറാണ് 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത്. നദീതീരങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അതിശക്തമായ മഴയൊന്നും വയനാട്ടിൽ തുടരുന്ന നിലയുമില്ല. അതുകൊണ്ട് അധികം ആശങ്ക അതുമായി ബന്ധപ്പെട്ട് വേണ്ട എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മലപ്പുറം കുറ്റിപ്പുറത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവാഹ നിശ്ചയത്തിന് പോവുകയായിരുന്ന സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി അപകട സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? പുതിയ വിവരങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, പരിക്കേറ്റവരുടെ നിലവിൽ ആശ്വാസകരമാണ്. ഒരു കുഞ്ഞുൾപ്പെടെയുള്ള നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റവരെ വളാഞ്ചേരിയിലും കുറ്റിപ്പുറത്തും കോട്ടക്കലിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ ചമ്രവട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ ഒരു ബസ്സാണ് ഈ കുറ്റിപ്പുറത്തിനും വളാഞ്ചേരിക്കും ഇടയിലുള്ള ആശുപത്രിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ബസ് 2 കാറുകളിലും ഒപ്പം തന്നെ മറ്റൊരു ബസ്സിലും ഇടിച്ചാണ് മറിഞ്ഞത് എന്നുള്ളതാണ്. പിന്നാലെ നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുന്നത്. ഈ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വിവാഹ നിശ്ചയത്തിനായി പോവുകയായിരുന്ന ബസ്സാണ് ഇത്തരത്തിൽ മറിഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്ന് ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അല്പസമയം മുൻപ് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തിയാണ് ഈ ബസ് നിലവിൽ റോഡിന്റെ മധ്യഭാഗത്ത് നിന്നും ഒരു സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ വലിയ ഗതാഗത കുരുക്ക് ദേശീയപാതയിൽ അനുഭവപ്പെടുകയാണ്. ഏതായാലും നിലവിൽ ഗുരുതരമായ ഒരു പരിക്ക് ആർക്കും ഇല്ലാത്തതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഈ ബസ്സിന്റെ പിൻഭാഗത്ത് 2 കാറുകൾ കൂടി കാണാൻ കഴിയുന്നുണ്ട്. ബസ് ഈ കുഴി കണ്ട ഉടനെ തന്നെ അത് വെട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് പോയി എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ 2 കാറുകളിൽ ഈ ബസ് ആദ്യം ഇടിക്കുന്നു. പിന്നാലെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ബസ്സിലും ഇടിക്കുന്നു. പിന്നാലെയാണ് ആ ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മറിഞ്ഞ ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് ഇവിടെയുള്ള യാത്രക്കാരെ ഒക്കെ തന്നെ ഈ ബസ്സിൽ നിന്നും പുറത്തേക്കെടുത്ത് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ശരി, സമീർ ബിൻ കരീം അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ്, ഗുരുതരമല്ല എന്നുള്ളതാണ്. അത് ആശ്വാസകരമായ വിവരമാണ്. സമീർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ജമ്മുകശ്മീരിൽ കിഷ്ത്വാറിന് പിന്നാലെ കത്വയിലും മേഘവിസ്ഫോടനം. മിന്നൽ പ്രളയത്തിൽ 7 പേർ മരിച്ചു. 100 കണക്കിന് ആളുകളെ കാണാതായ കിഷ്ത്വാറിൽ 4ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ 3 മിന്നൽ പ്രളയം നാശം വിതച്ചു. തുടർ ദുരന്തങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജമ്മു കശ്മീർ. കിഷ്ത്വാറിലെ ദുരന്ത കാഴ്ചകൾ മായും മുമ്പെയാണ് കത്വയിലും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ചത്. ഇന്നലെ രാത്രിയുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകൾ തകർന്നു. നിരവധി മനുഷ്യരും കന്നുകാലികളും മണ്ണിനടിയിലായി. ദേശീയപാതകൾക്കും റെയിൽപാളങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നിലവിൽ NDRFന്റെയും SDRFന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായി സംസാരിച്ചു. കിഷ്ത്വാറിലെ ദുരന്തഭൂമിയിൽ 4ാം ദിവസവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ദുരന്തഭൂമിയിൽ വന്നടിഞ്ഞ വലിയ പാറകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊട്ടിച്ചെടുക്കാനാണ് ശ്രമം നടത്തുന്നത്. ഡ്രോണുകളും കടാവർ നായ്ക്കളെയും ഉപയോഗിച്ചുള്ള തെരച്ചിലും തുടരുകയാണ്. ഇതിനിടെ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലും മിന്നൽ പ്രളയം നാശം വിതച്ചു.
മണ്ഡി ജില്ലയിലെ പനാഴ്സ, തക്കൂലി, നാഗ്വൈൻ എന്നിവിടങ്ങളിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. അടുത്ത 2 ദിവസം കൂടി ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. മുഖ്യമന്ത്രിക്കെതിരായ ഉത്തരവിലെ പരാമർശം നീക്കം ചെയ്യാൻ ഹൈക്കോടതിയെ സമീപിക്കും. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ആരോപിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് തള്ളിയ കോടതി വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ പരിഗണിക്കുന്നത്. വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് ആലോചന. വിജിലൻസ് കോടതി ഉത്തരവ് വിജിലൻസ് മാനുവലിന് വിരുദ്ധമാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. കോടതി ഉത്തരവിലെ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം നീക്കം ചെയ്യാനാണ് നീക്കം. സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അന്തിമ റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണെന്നും വിലയിരുത്തുന്നു. അതേസമയം MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന പ്രതിപക്ഷം ആരോപണം ശക്തമാക്കി. വിജിലൻസ് കോടതിയുടെ പരാമർശം മാറ്റിയില്ലെങ്കിൽ നിയമപ്രശ്നമുണ്ടാകുമെന്ന വിജിലൻസും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പീൽ പോകണമെന്ന വിജിലൻസും അറിയിച്ചതായി വിവരമുണ്ട്. 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെ വഴിവിട്ട് സഹായിക്കാൻ അദൃശ്യ ശക്തിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പോലീസിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ശക്തിയുണ്ട്. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന കോടതി പരാമർശം വന്നപ്പോൾ KM മാണി രാജിവെക്കണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ മിണ്ടുന്നില്ല എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. കോടതിക്ക് ഉപജാപക സംഘം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അദൃശ്യ ശക്തി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളുണ്ട്. ഈ കേസുമായിട്ട് അവർക്ക് ബന്ധമുണ്ട്. KM മാണിയെക്കുറിച്ച് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് കമൻറ്റ് പറഞ്ഞപ്പോൾ KM മാണി രാജിവെക്കണം എന്ന് പറഞ്ഞ സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരായി ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. രാജി പോയിട്ട് മിണ്ടാട്ടം പോലുമില്ല, സംസാരം പോലുമില്ല. കേരളത്തിലെ കർഷകർക്ക് സൗജന്യ സൗരോർജ്ജ പമ്പുകൾ നൽകുന്ന PM കുസും പദ്ധതി നടപ്പാക്കിയതിൽ അനർട്ടിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതി. അനർട്ട് നടത്തിയ 100 കോടിയോളം രൂപയുടെ അഴിമതി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്കാണ് രമേശ് ചെന്നിത്തല പരാതി നൽകിയത്. അഴിമതി നടത്തിയെന്ന് സൂചിപ്പിക്കുന്ന രേഖകളടക്കമാണ് പരാതി. പദ്ധതിയുടെ തുടക്കം മുതലുള്ള ക്രമക്കേടുകളിലെ ടെൻഡർ നടപടികളും അന്വേഷണ വിധേയമാക്കണം എന്നാണ് ആവശ്യം. അനർട്ട് CEOയെ 1ാം പ്രതിയാക്കണമെന്നും രമേശ് ചെന്നിത്തല പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. SKN40 ജ്യോതിർഗമയുടെ 3ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് നടന്നു. വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു പരിപാടി. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ജ്യോതിർഗമയ. ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന നാട്ടുകാർ പറയുന്ന പോലെ ഈ ഇത്തിരി ബോറടിച്ചാലും ഇതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് മയക്കുമരുന്നെന്നുള്ള മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ ഓടിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പിടിച്ചെത്തി കാണിക്കണം. TV കാണിക്കുന്ന വീട്ടിലൊരു വിപ്പ് കൊടുക്കണം, അല്ലേ? നിയമസഭയിലൊക്കെ സംഭവിക്കുന്നില്ലേ, ഒരു വിപ്പ് കൊടുക്കണം. സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് SKN40 2ാം ഘട്ടം ജ്യോതിർഗമയയുടെ ഭാഗമായി 24 സംഘടിപ്പിക്കുന്നത്. മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഞങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ നിങ്ങൾ തരുന്ന ഓരോ പരാതിയും അതീവ ഗൗരവത്തോടെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നതാണ്. ജീവിതവാഹനം ലഹരി. പക്ഷെ ലഹരി കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ജീവിതം 1 വർഷമോ 6 മാസേ കാണത്തുള്ളൂ. സ്കൂളിലും നമ്മൾ പാരൻസ്, ഇപ്പോൾ ടീച്ചേഴ്സാണ് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രധാന പങ്ക് വഹിക്കേണ്ടത്. അപ്പോൾ അവർ തന്നെ അവർക്കൊന്ന് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഒരു ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമോചന ക്ലാസുകൾ നയിക്കുന്നവരുമെല്ലാം പരിപാടിയുടെ ഭാഗമായി. ലഹരി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികൾ തെറ്റായ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും, രാത്രി ഉറക്കമുണ്ടാവില്ല.
എന്റെ പൊന്നെ, ഇത്ര സൂപ്പറാണല്ലോ നിങ്ങള്. ഡ്രഗ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചർ. ഞാൻ ലിക്കർ എന്നുള്ള സംഭവം നിർത്തി. എന്റെ ലൈഫിൽ അതിന്റെ ചേഞ്ചസ് വരുന്നുണ്ട്. ലഹരിയിലേക്ക് വിദ്യാർത്ഥികൾ വീഴാതിരിക്കാൻ കായിക വിനോദങ്ങൾക്കും കൃഷിക്കും സംഗീതത്തിനുമുള്ള പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ ആഴ്ചത്തെ ജ്യോതിർഗമയ. ഇത് ലഹരിയാണ് സംഭവം. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫീൽഡ് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാതെ ഒരു ഇതിലോട്ട് തന്നെ നീങ്ങാൻ പറ്റും. ലഹരി വിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക് 24. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയാണ് ഇപ്പോൾ തത്സമയം. इलेक्शन कमीशन ने मना कर दिया. उसके बाद हमने इंक्वायरी शुरू की. कर्नाटक में एक लोकसभा एक विधानसभा में हमने इंक्वायरी शुरू की. सारे के सारे रिकॉर्ड निकाले और एक रिकॉर्ड को दूसरे रिकॉर्ड से कंपेयर किया. भाई और बहनों, पता लगा कि एक विधानसभा में 1,00,000 से ज्यादा वोट चोरी हुए और इन वोटों के कारण लोकसभा की सीट कर्नाटक में बीजेपी जीती. हमने ये प्रेस कॉन्फ्रेंस में कहा, इलेक्शन कमीशन ने मुझसे एफिडेविट मांगा और किसी से एफिडेविट नहीं मांगा. कुछ दिन पहले बीजेपी के लोग प्रेस कॉन्फ्रेंस करते हैं, उनसे कोई एफिडेविट नहीं मांगा. मुझसे एफिडेविट मांगा. कहते हैं कि आप एफिडेविट दो कि आपने जो हमें कहा, आपने जो डेटा रखा है वो सही है. उन्हीं का डेटा है, उन्हीं के आंकड़े हैं, मुझसे एफिडेविट मांग रहे हैं. हमने उनसे सीसीटीवी जो वीडियोग्राफी है वो मांगी, मना कर दी. भाइयों और बहनों, मैं आपको इस स्टेज से कह रहा हूं कि पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर, वोटरों को काटकर ये बिहार का चुनाव चोरी करें. और मैं और हम सब स्टेज से आपको कहने आए हैं कि हम इन्हें ये चुनाव चोरी नहीं करने देंगे. और बिहार की जनता चोरी नहीं करने देगी. क्यों? क्योंकि गरीबों के पास, कमजोर लोगों के पास सिर्फ वोट है और हम वोट चोरी नहीं करने देंगे. और जो इलेक्शन कमीशन कर रहा है पूरे देश को मालूम है. अब ये बात छुपी नहीं है. पहले देश को मालूम नहीं था कि कैसे चोरी की जाती है. हमने प्रेस कॉन्फ्रेंस में साफ करा दिखा दिया चोरी इलेक्शन कमीशन कैसे कर रहा है और अब हम ये चोरी नहीं करने देंगे. और जहां भी ये चोरी हो रही है, चाहे बिहार में, चाहे महाराष्ट्र में, चाहे असम में, चाहे बंगाल में, हम इनकी चोरी पकड़कर जनता को दिखाने का काम करने जा रहे हैं. भाइयों और बहनों, नरेंद्र मोदी जी और NDA अरबपतियों के साथ सरकार चलाती है. आप वोट डालते हो, आपका वोट चोरी किया जाता है और फिर आपका पूरा का पूरा धन 5-6 अरबपतियों को दिया जाता है. हमने पार्लियामेंट में कहा कि हमें जाति जनगणना चाहिए और 50% रिजर्वेशन की जो दीवार है उसे तोड़ना चाहिए. प्रधानमंत्री के सामने मैंने कहा, मगर बीजेपी, नरेंद्र मोदी ने दबाव में आकर जाति जनगणना कह दिया कि करेंगे. मगर मैं जानता हूं
कि वो सच्चा जाति जनगणना नहीं करने वाले हैं। ബഹ്റൈൻ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെ വാർഷിക കൂട്ടായ്മ കണ്ണൂരിൽ സംഘടിപ്പിച്ചു. BKS ഹാർമണി 2025 എന്ന പേരിലായിരുന്നു ആഘോഷ പരിപാടി. ഇതുവരെ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്തതും മാതൃകാപരവുമായ പ്രവർത്തനങ്ങളാണ് സമാജത്തെ എന്നും ഇതര സംഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ബഹ്റൈൻ പ്രവാസികളും മുൻകാലത്ത് അവിടെ ജോലി ചെയ്തവരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന വലിയ കൂട്ടായ്മയാണ് കണ്ണൂരിൽ ഒത്തുചേർന്നത്. സംഗമത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ആഘോഷത്തിനൊപ്പം ജീവിത പ്രതിസന്ധി നേരിടുന്ന മുൻ പ്രവാസികളെ സഹായിക്കുക കൂടിയാണ് ലക്ഷ്യമെന്ന് ബഹ്റൈൻ കേരളീയ സമാജം ഭാരവാഹികൾ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രവാസി സംഘടനകളിലൊന്നാണ് ബഹ്റൈൻ കേരളീയ സമാജം. 365 ദിവസവും പ്രോഗ്രാമുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സഹകരണമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സമാജം. കൂട്ടായ്മയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു. പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. 24 കണ്ണൂർ. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.